മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ദിയോർ പുരസ്കാരം PSG-യുടെ ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബെലയ്ക്ക്. PSG-ക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് അടക്കം നേടിക്കൊടുത്ത പ്രകടനത്തിനാണ് പുരസ്കാരം. ബലോൺ ദിയോർ നേടാനായില്ലെങ്കിലും മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായ രണ്ടാം വർഷവും സ്വന്തമാക്കി ലമീൻ യമാലും ചരിത്രമെഴുതി. അനിൽ വാസുദേവുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ആ പുരസ്കാര രാവ് ഏറെ വൈകാരികമായ പ്രതികരണവുമായി ഉസ്മാൻ വരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഡെംബെലയ്ക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലെ ഒരു പ്രകടനം അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കി. ഒപ്പം തന്നെ PSG-യുടെ ഒരു പുരസ്കാര തിളക്കവും നമ്മൾ ഇന്നലെ കണ്ടല്ലോ. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ടി.കെ. റിജിത്ത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഡെംബേലയുടെ കുതിപ്പ് തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ സീസണിൽ PSG-യുടെ പടയോട്ടം, ഫ്രഞ്ച് ക്ലബിൻ്റെ പടയോട്ടമാണ് ഫുട്ബോൾ ലോകത്ത് കണ്ടത്. അവരുടെ താരങ്ങൾ തന്നെയാണ്, അവരുടെ കോച്ച് തന്നെയാണ് മികച്ച ർക്കുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കിയത്. ഉസ്മാൻ ഡെംബേലെ ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ സീസണ് മുന്നോടിയാണ് അദ്ദേഹം PSG-യിലേക്ക് കൂടുമാറിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു റീവാമ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു 2.0 ഡെംബേലയെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഫുട്ബോൾ പുരസ്കാരം, ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിലുള്ള പുരസ്കാരം ഉസ്മാൻ ഡെംബേലയെ തേടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള 4 ട്രോഫികൾ PSG-ക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ഡെംബേലെ വഹിച്ചിരുന്നു. അതിനുള്ള സമ്മാനമാണ് അദ്ദേഹത്തിനുള്ള ഈ ബലന്തോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന ഒരു പുരസ്കാരമായതിനാൽ അവിടെ ഒരു താരത്തിന് ലിസ്റ്റിൽ മുൻഗണനയുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മുന്നിലേക്ക് വരുമെന്നുള്ള കഴിഞ്ഞകാല ചരിത്രവും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നത് കണ്ടു. എന്തായാലും ഉസ്മാൻ ഡെംബേലെ ക്രിസ്റ്റീന സൂചിപ്പിച്ച തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. തൻ്റെ പഴയ ക്ലബായ ബാഴ്സലോണയ്ക്ക് അടക്കം നന്ദി പറയുന്നുണ്ടായിരുന്നു, ലിയോണൽ മെസ്സിക്ക് നന്ദി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങേയറ്റത്തെ വൈകാരിക നിമിഷങ്ങൾക്ക് കൂടിയാണ് ഈ തിയേറ്റർ ഓഫ് ഷാർലറ്റ് വേദിയായത്. ഒപ്പം തന്നെ വനിതാ താരങ്ങളിൽ തുടർച്ചയായ 3-ാം വർഷവും പുരസ്കാരം നേടിക്കൊണ്ട് ഐറ്റാന ബോൺമാറ്റി ചരിത്രം എഴുതുകയാണ് ഉണ്ടായത്. 2018 വനിതകൾക്ക് കൂടി ബാലന്തോർ കൊടുക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ബാഴ്സലോണ താരങ്ങളുടെ ഒരു അപമാനത്വമാണ് പലപ്പോഴും കണ്ടത്. നേരത്തെ അലക്സിയ പുട്ടേഴ്സാണ് 2 തവണ പുരസ്കാരം നേടിയത്. പക്ഷേ കഴിഞ്ഞ 3 എഡിഷനിലും കൂടി പുരസ്കാരം നേടിക്കൊണ്ട് 3 തവണ കിരീടം നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തവണ വനിതാ ബാലന്തോർ നേടുന്ന താരമെന്ന റെക്കോർഡ് കൂടിയാണ് ബാഴ്സലോണയുടെ സ്പെയിൻ്റെ താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. നിരാശപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടായത്, കോപ്പ ട്രോഫിയുടെ ഈ ബലന്തോർ ഒരുപക്ഷെ ലമീൻ യമാലിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു. തുടർച്ചയായ 2-ാം വർഷവും കോപ്പ ട്രോഫി സ്വന്തമാക്കുകയാണ് ലമീൻ യമാൽ. പക്ഷേ ഇതും ഒരു ചരിത്ര നേട്ടമാണ്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോപ്പ ട്രോഫി നേടിയ ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ ലമീൻ അവിടെ തിളങ്ങുന്ന കാഴ്ച കണ്ടു. മികച്ച വനിതാ യുവതാരത്തിനുള്ള അവാർഡ് ഇൻസിക്കാണ് നേടാനായത്. മികച്ച പുരുഷ കോച്ചായി PSG-ക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച സ്പാനിഷുകാരൻ ലൂയിസ് എൻറിക്കെ സ്വന്തമാക്കിയപ്പോൾ ഇംഗ്ലണ്ടിന് യൂറോ കപ്പ് നേടിക്കൊടുത്ത സെറീന വിഗ്മാനാണ് മികച്ച വനിതാ കോച്ചായി മാറിയത്. മികച്ച ക്ലബ്ബായി PSG-യും ഒപ്പം തന്നെ വനിതാ ക്ലബ്ബായി ആഴ്സണലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും സന്തോഷം നൽകുന്ന പക്ഷേ മറ്റൊരു വൈകാരികമായ കാര്യം ഉണ്ടായിരുന്നത്, സന ഫൗണ്ടേഷന് സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതാണ്. അതായത് ലൂയിസ് എൻറിക്കയുടെ മകൾ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. അപ്പോൾ സനയുടെ പേരിൽ തുടങ്ങിയ ഫൗണ്ടേഷനാണ് ഈ ഫുട്ബോൾ മേഖലയിൽ നൽകിയ സംഭാവനകളൊക്കെ തന്നെ പരിഗണിച്ച് അങ്ങനെ ഒരു പുരസ്കാരം കണ്ടു. മികച്ച ഗോൾ കീപ്പറായി ഡോണറൂമ തിരഞ്ഞെടുക്കപ്പെട്ട കാഴ്ചയും കണ്ടു. എന്തായാലും വർണ്ണശബളമായ ചടങ്ങ്, അതിൽ ഉസ്മാൻ ഡെംബേലയ്ക്ക് പുരസ്കാരം കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ മികവുറ്റ പ്രകടനത്തിന് അതിന് അർഹിച്ച അംഗീകാരം തേടിയെത്തുന്നു. ലമീൻ യമാലിന് ഇനിയും 19 വയസ്സ് മാത്രമാണെങ്കിൽ ഇനിയും സമയമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാക്കുകളും ട്വിറ്ററിലും ഒക്കെ തന്നെ കാണാൻ സാധിച്ചു. എന്തായാലും ഉസ്മാൻ ഡെംബേലെ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളറായി മാറുന്നു. വനിതാ താരങ്ങളിൽ ഐറ്റാന ബോൺമാറ്റിക്ക് തുടർച്ചയായ 3-ാം വർഷവും വെല്ലുവിളി ഉണ്ടാകുന്നില്ല. ശരി, അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉസ്മാൻ ഡെംബേല ബലന്തിയോർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ഐത്താന ബോൺമാറ്റി തുടർച്ചയായ 3-ാം തവണയും പുരസ്കാര നേട്ടത്തിന് അർഹമാകുന്നു. അനിൽ വാസുദേവ് അതിന്റെ വിശദാംശങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിനു പിന്നാലെ BJP കടുത്ത പ്രതിരോധത്തിൽ. തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് BJP ജില്ലാ നേതൃത്വം. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം നമ്മളിൽ ചിലരെ സഹായിച്ചു, പക്ഷേ പിന്നീട് ഈ തിരിച്ചടവ് വൈകി എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ BJPയെ വെട്ടിലാക്കുന്നത്. നേരത്തെ നേതൃത്വം ഇതിൽ ഇടപെട്ടിരുന്നു എന്നൊക്കെ ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതുണ്ടായില്ല എന്നുള്ള വിമർശനം ശക്തമാവുന്നുണ്ട്. അണികൾക്കിടയിൽ തന്നെ ആ അമർഷം, പ്രതിഷേധം ശക്തമായി വരുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രതിരോധത്തിലാകുന്നുണ്ട് BJP നേതൃത്വം? ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി CPIM എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്?
രജിത്ത്, ക്രിസ്റ്റീന, BJPയുടെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ഈ തിരുമല അനിലിനൊപ്പം പ്രവർത്തിച്ച കൗൺസിലർമാരെ പോലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി BJPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഒരു പ്രതിരോധത്തിലേക്ക് BJP പോയിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. കാരണം പരസ്യമായിട്ടുള്ള FB പോസ്റ്റിലൂടെയൊക്കെ തന്നെ BJP പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെയൊക്കെ തന്നെ കണ്ടത്. ഈ തിരുമല അനിലിൻ്റെ സംസ്കാര ചടങ്ങിന് പോലും BJPയുടെ വി മുരളീധരൻ ഒഴികെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു ഇതായി CPM കാണുന്നത്. വി ശിവൻകുട്ടി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അത് കൃത്യമായി പറയുകയും ചെയ്തു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വി ശിവൻകുട്ടിയോട് ഈ BJP നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കുടുംബം മാധ്യമങ്ങളെയൊക്കെ തന്നെ കണ്ടേക്കാം എന്നുള്ള ചില ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ തന്നെ പറഞ്ഞ് സമവായത്തിലെത്തിക്കുവാനുള്ള ഒരു തിരക്കിലാണ്, ഒരു ഇടപെടലിലാണ് BJPയുടെ നേതൃത്വം. നിലവിൽ തിരുമല അനിലിൻ്റെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത ആ നിമിഷത്തിൽ തന്നെ BJPക്ക് എതിരെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയായി വന്നിരുന്നു. വലിയ പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരാത്ത സാഹചര്യത്തിൽ പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊപ്പം നിന്നവരാണ് എന്നെ സഹായിക്കാത്ത, അല്ലെങ്കിൽ അവരെ ഞാൻ സഹായിച്ചിട്ട് ആ പണമൊന്നും തിരികെ അടച്ചില്ല ബാങ്കിലേക്ക് എന്നുള്ള ഒരു കാര്യമാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒപ്പം നിന്നവർ BJP പ്രവർത്തകരാണ് എന്നുള്ളതിൽ, അല്ലെങ്കിൽ BJPക്കാരാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്തായാലും ജില്ലാ നേതൃത്വം ഈ തിരുമല അനിലിനെ അന്ന് കൈയൊഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു തരത്തിലും ചർച്ചയായിട്ടില്ല എന്ന് കരമന ജയൻ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും തിരുമല അനിലിനെ ഒരു രീതിയിലും BJP സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും നേതാക്കളെ നേരിട്ട് കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിലും തിരുമല അനിലിനെ സംരക്ഷിക്കുവാൻ BJP തയ്യാറായില്ല എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്രിസ്റ്റീന. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. CPIM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. 10 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് ഇന്നലെ പോലീസ് ഗോപാലകൃഷ്ണന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ ചോദ്യം ചെയ്യൽ. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ കേസ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങളെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുക എന്ന ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങിയത്. അതിനുശേഷമാണ് ഗോപാലകൃഷ്ണന് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് പോലീസ് നൽകുന്നത്. ഗോപാലകൃഷ്ണൻ നിലവിൽ ഒളിവിലാണ്. ഈ കേസെടുത്ത ആദ്യഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയതാണ്. ഗോപാലകൃഷ്ണൻ മാത്രമല്ല, മൂന്നാം പ്രതിയായിട്ട് ഇന്നലെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു. മൂന്നാം പ്രതിയായിട്ട് ആണ് പ്രതി ചേർക്കുന്നത്. ഒരു യൂട്യൂബറാണ്, കൊണ്ടോട്ടി അബു എന്ന പ്രൊഫൈലുള്ള യാസിർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മലപ്പുറത്തുള്ള വീട്ടിലും ഇന്നലെ പോലീസിന്റെ പരിശോധന നടക്കുകയും ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, രണ്ടാം പ്രതിയായിട്ടുള്ള KM ഷാജഹാന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഐഫോൺ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഫോൺ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത്. പിന്നീട് ഇവർക്കും പോലീസ് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്കോ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണനാണ് പ്രധാനമായിട്ടും ഇതിൽ കേസിലെ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വിടുന്നത് ഗോപാലകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യുക, അത് കൃത്യമായ വിവരശേഖരണങ്ങളോടെ മാത്രം ചോദ്യം ചെയ്യുക, അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. 10 മണിയോടുകൂടി ഹാജരാവാൻ വേണ്ടിയിട്ടാണ് സാധ്യത. പിന്നീട് ചിലപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയതിനു ശേഷം ഹാജരാവാനുള്ള സാധ്യതയും അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. KPCC പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം. ഈ മാസം 24-ന് ശേഷം പട്നയിൽ നടക്കുന്ന കോൺഗ്രസ് വിപുലീകൃത പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. DCC അധ്യക്ഷന്മാരുടെ പട്ടികയും ഇതിനൊപ്പം പ്രഖ്യാപിക്കും.
സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി KPCCയുടെ പുതിയ നേതൃത്വം നടത്തിയ ചർച്ചയിൽ പുനഃസംഘടനാ പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. പറ്റ്നയിൽ വെച്ച് അന്തിമ ധാരണയുണ്ടാക്കാനാണ് തീരുമാനം. ബുധനാഴ്ച പറ്റ്നയിൽ നടക്കുന്ന വിപുലീകൃത പ്രവർത്തക സമിതി യോഗത്തിനായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറ്റ്നയിൽ എത്തുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഡോക്ടർ ശശി തരൂരും പറ്റ്നയിലുണ്ടാകും. അവിടെ വെച്ച് അന്തിമ ധാരണയിലെത്തിയ ശേഷം പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് തീരുമാനം. 9 വൈസ് പ്രസിഡന്റുമാർ, 40 ജനറൽ സെക്രട്ടറിമാർ, 90 സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പട്ടികയും ഇതിനൊപ്പം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. മുഴുവൻ ജില്ലാ അധ്യക്ഷന്മാരെയും മാറ്റണമെന്നതിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. തൃശൂർ ഒഴികെയുള്ള എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റുന്ന തരത്തിലും 9 DCCകൾ മാത്രം അഴിച്ചുപണി നടത്തുന്ന തരത്തിലും വെവ്വേറെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ജംബോ പട്ടികയ്ക്ക് നേതൃത്വം സമ്മതം മൂളിയത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് നറുക്കെടുപ്പ് ഈ മാസം 30-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളിലേക്ക് കടക്കുമെന്നതിനാൽ പുനഃസംഘടന എത്രയും വേഗം പൂർത്തിയാക്കാനാണ് KPCC നേതൃത്വത്തിലെ ധാരണ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 6 പ്രതികൾക്കെതിരെ 412 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. മുഖ്യപ്രതിയായ നൌഷാദുമായി ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നുവെന്നും പണം തിരികെ നൽകാത്തത് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അജേഷ്, ജ്യോതിഷ്, വൈശാഖ്, മെൽബിൻ മാത്യു, വിദേശത്തുള്ള വനിത ലിബ എന്നിവരാണ് മറ്റു പ്രതികൾ. 2024 മാർച്ച് 20-ന് കോഴിക്കോട്ടെ വാടക വീട്ടിൽ നിന്നും കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം ചേരമ്പാടി വനമേഖലയിൽ നിന്നാണ് കണ്ടെടുത്തത്. 24 കോഴിക്കോട്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്നാണ്. വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകും. മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയരാഘവനും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉർവശിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും. ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് തിരികെ എത്താം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ചണ്ഡീഗഡിൽ ചേരുന്ന CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. പ്രായപരിധി അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് പ്രതിനിധി ചർച്ചയിൽ ഉയർന്നുവരും എന്നാണ് സൂചന. കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ആദ്യം ചർച്ച നടക്കുക. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ മൊത്തം ഈ സമ്മേളനത്തിൽ ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്ന നിലയിലുള്ള ചർച്ചകളും ഉണ്ടാകുമല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ മറ്റ് കൊടി ഉയർത്തൽ ഒപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനം എല്ലാം പൂർത്തിയായി. റിപ്പോർട്ടുകൾ ഇന്നലെ 3 കരട് റിപ്പോർട്ടുകളും അവതരണവും പൂർത്തിയായിട്ടുണ്ട്. ചർച്ചകൾ ഇന്നലെ വൈകിട്ട് ആരംഭിക്കാനിരുന്നതായിരുന്നു എങ്കിൽ പോലും മറ്റ് പരിപാടികളെ തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകിയാണ് നേരത്തെ ക്രമീകരിച്ച സമയത്തിൽ നിന്ന് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധി ചർച്ചകൾ ഇന്നായിരിക്കും ആരംഭിക്കുക. ഇന്ന് രാവിലെ മുതൽ 3 റിപ്പോർട്ടിലുള്ള പ്രതിനിധി ചർച്ചകളായിരിക്കും ഉണ്ടാകുക. അതിലേറ്റവും പ്രസക്തം എന്നുള്ളത് പ്രായപരിധി മാനദണ്ഡം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വിജയവാഡയിൽ കൊണ്ടുവന്ന ഈ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുമോ എന്ന കാര്യത്തിൽ തന്നെയാണ്. അത് ഏറെ കൗതുകമുയർത്തുന്ന ഒരു ചോദ്യവുമാണ്. കാരണം ജനറൽ സെക്രട്ടറി D. രാജ അങ്ങനെയെങ്കിൽ പദവി ഒഴിയേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളിലായിരിക്കും തീരുമാനമാകുക. അത് സംഘടനാ രേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരിക്കും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതേസമയം ആദ്യം ചർച്ചയ്ക്കായി എടുക്കുന്നത് രാഷ്ട്രീയ പ്രമേയമാണ്. 3 മണിക്കൂറോളം ചർച്ച ഈ രാഷ്ട്രീയ പ്രമേയ രേഖയിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ടിൽ ഉള്ള ചർച്ചകൾ നടക്കുക. ആ ഘട്ടത്തിൽ പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരും. അതേസമയം ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള
ചർച്ചകൾ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തന്നെ പാർട്ടി അതിൻ്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ രാജ്യത്തെ മതേതര ജനാധിപത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പാർട്ടി അത്തരത്തിൽ സഖ്യത്തെ രൂപപ്പെടുത്തി. ഇന്ത്യ സഖ്യം നിലവിലുണ്ട് എങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും പാർട്ടിയെ ഇപ്പോഴും വേണ്ട രീതിയിൽ ആ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടികൾ ഗൗനിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം പാർട്ടിക്കുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പ്രമേയത്തിലും അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചിരുന്നു. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യ ചർച്ചകൾ പോലും നടത്താൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഇത്തരം സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭാവിയിലെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഈ ചർച്ചകളിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക പാർട്ടി. അത് ഏറെ പ്രസക്തവുമായും പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകണമെന്നും എങ്കിൽ മാത്രമേ പാർട്ടി സംഘടനാ തലത്തിൽ ശക്തിപ്പെടൂ എന്നുമുള്ള അഭിപ്രായങ്ങൾ അംഗങ്ങൾക്ക് ഉണ്ട്. അത് ഇന്നത്തെ ചർച്ചകളിൽ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഒപ്പം തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ നടക്കുന്ന ചർച്ചകളും പാർട്ടിയെ ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാർട്ടി കോൺഗ്രസ് അതിന്റെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും ഇന്ന് ചർച്ചയുണ്ടാകും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. പോലീസ് രേഖകളിൽ നിന്നും പൊതു അറിയിപ്പുകളിൽ നിന്നും ജാതി സംബന്ധമായ എല്ലാ പരാമർശങ്ങളും ഉടനടി നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ്. ജാതി വിവേചനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്ത്യയിൽ അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. JNUവിലെ പ്രൊഫസർ ഓൺലൈൻ വാർത്താമാധ്യമമായ ദ വയറിനെതിരെ നൽകിയ അപകീർത്തിപ്പെടുത്തൽ കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. റീജിയണൽ റിംഗ് റോഡ് പദ്ധതിയുടെ അലൈൻമെന്റ് മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്കൊപ്പം നിൽക്കുമെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഭാരത് രാഷ്ട്ര സമിതി വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു. ഹൈദരാബാദിന് ചുറ്റുമുള്ള RRRന്റെ പുതിയ അലൈൻമെന്റ് മൂലം നഷ്ടം സംഭവിച്ചതായി അവകാശപ്പെടുന്ന മണ്ഡലങ്ങളിലെ കർഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇരുനില വീട് തകർന്ന അപകടം ഇൻഡോറിലെ ജവഹർ മാർഗിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 448ആയി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഹിമാചൽ പ്രദേശ് ദുരന്ത നിവാരണ അതോറിറ്റി. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, മേഘവിസ്ഫോടനം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളിൽ 261 പേർ മരിച്ചതായും റോഡ് അപകടങ്ങളിൽ 187 പേർ മരിച്ചതായും ഔദ്യോഗിക കണക്ക്. UN പൊതുസഭയിൽ പലസ്തീൻ അനുകൂല വികാരം. കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആവശ്യം ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ചു. പലസ്തീൻ രാഷ്ട്രം വേണമെന്ന് പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെല്ലോ റെബെല്ലോ ഡിസൂസ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യും. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു ഇന്ന് ന്യൂയോർക്കിൽ നിന്നാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ ന്യൂയോർക്കിൽ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നടക്കുകയാണ്. പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം, അത് മുൻപ് അത്തരത്തിലൊരു ആവശ്യം പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ അത് ഉന്നയിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യുകയും കൂടി ചെയ്യുന്നല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ട്രംപ് ഇന്ന് പറയാൻ സാധ്യത? ക്രിസ്റ്റീന, അല്പ മണിക്കൂറുകൾക്ക് മുമ്പാണ് 80ാമത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 1ാം ദിനം അവസാനിച്ചത്. ഈ 1ാം ദിനത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാലസ്തീൻ എന്ന് പറയുന്ന ശബ്ദമായിരുന്നു ജനറൽ അസംബ്ലിയിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കളുടെയും പ്രസംഗത്തിൽ മുഴങ്ങിക്കേട്ടത്. പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യം കൂടുതൽ രാജ്യങ്ങളുടെ തലവന്മാർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ പാലസ്തീൻ അങ്ങനെ ഒരു സ്റ്റേറ്റ് അംഗീകരിക്കുമ്പോൾ മിക്ക രാജ്യങ്ങളുടെയും വികാരം ഹമാസിന്റെ തടങ്കലിലുള്ളവരെ വിട്ടുകൊടുക്കണം, അതുപോലെ തന്നെ ഒരു പിന്നീട് വരുന്ന ഒരു ഭരണത്തിൽ ഹമാസിന് പങ്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഉൾപ്പെടെ മിക്ക നേതാക്കളും ഈ ജനറൽ അസംബ്ലിയിൽ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ജനറൽ അസംബ്ലിയുടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗട്രോസിന്റെ
പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുകയുണ്ടായി. പാലസ്തീൻ പ്രതിനിധികൾക്ക് ഈ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചതിനാണ് ആ വിമർശനം നേരിടേണ്ടി വന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഈ ജനറൽ അസംബ്ലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇസ്രയേൽ പറഞ്ഞത് ഇതൊരു സർക്കസ് ആണ്, അമേരിക്ക പറഞ്ഞത് ഇത് വെറും ഒരു സ്റ്റണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്നത്തെ ജനറൽ അസംബ്ലി എന്നാണ് പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ട്രംപ് ടവറിലാണ് ഇന്ന് താമസിക്കുന്നത്. നാളെ അമേരിക്കൻ സമയം, പ്രാദേശിക സമയം രാവിലെ 9 മണിക്കായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാകുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനായിട്ടാണ് ഏവരും കാതോർത്ത് നിൽക്കുന്നത്. കാരണം ഈ രണ്ട് യുദ്ധങ്ങളിലും ഐക്യരാഷ്ട്രസഭയോട് തന്നെ അല്പം അകലം പാലിക്കുന്ന ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടേമിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉഭയകക്ഷി ചർച്ചകൾ പല രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ടുള്ള ചർച്ച വളരെ നല്ല രീതിയിൽ പോയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് വരുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു നിർണായക പങ്കാളിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ആവശ്യമാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. മറ്റൊരു വശത്ത് പീയൂഷ് ഗോയലും അമേരിക്കൻ പ്രതിനിധി സംഘവുമായിട്ടുള്ള താരിഫ് ചർച്ചകളും നല്ല രീതിയിൽ തന്നെ ആദ്യ ദിനം കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. കൃഷ്ണ റീജിയൻ. ശരി, മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. UN ആസ്ഥാനത്തിന് സമീപത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 24 കൊണ്ടുവരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കേരളത്തിൽ ബീഹാർ മോഡൽ യാത്ര നടത്താൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ യാത്ര നടത്താനാണ് ആലോചന. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൊച്ചിയിലും തിരുവനന്തപുരത്തും വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? ശ്യാം, റിജിത്ത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. അതിന് മുന്നോടിയായിട്ട് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനും പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ബീഹാർ മോഡലിൽ ഒരു യാത്ര സംഘടിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും നിലവിൽ കൊച്ചിയിലും വീട് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലും കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് അങ്കമാലിയിലുമാണ് വീടുകൾ എടുത്തിരിക്കുന്നത്. കോഴിക്കോടും ഒരു വീട് നിലവിൽ എടുത്തിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഈ വീടുകൾ എടുത്തിരിക്കുന്നതും ദേശീയ നേതാക്കൾക്ക് വരുമ്പോൾ താമസിക്കുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയാണ്. മുൻകാലങ്ങളിൽ AICC സെക്രട്ടറിമാർ ഉൾപ്പെടെ വരുമ്പോൾ ഹോട്ടലുകളിൽ താമസിക്കലാണ് പതിവ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി വീടുകളിൽ താമസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്നതിനുള്ള ഒരു ഒരുക്കമാണ് നടത്തുന്നത്. അടുത്ത വർഷം ആദ്യം തന്നെ ഇത്തരത്തിലൊരു യാത്ര, ആദ്യ മാസങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു യാത്ര കേരളത്തിൽ നടത്താനുള്ള സാധ്യതയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭരണം തിരിച്ചുപിടിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമായി ദേശീയ നേതൃത്വം കേരളത്തെ കാണുന്നു എന്നതിന്റെ കൂടി സൂചനയാണ്. കൂടുതൽ നേതാക്കൾ കേരളത്തിൽ വരാനും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ബീഹാർ മോഡൽ യാത്ര കേരളത്തിലും നടത്താൻ കോൺഗ്രസ് ആലോചന നടത്തുകയാണ്. അത് ഫെബ്രുവരിയിലോ ജനുവരിയിലോ ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരു റിപ്പോർട്ടിലേക്കാണ്. വയനാട് നെന്മേനിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികൻ തൂങ്ങി മരിച്ചു. അമ്പുകുത്തി കൈപ്പഞ്ചേരി ഉന്നതിയിലെ ശങ്കരൻകുട്ടിയാണ് മരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ബാങ്ക് വായ്പയുടെ പേരിൽ ബത്തേരി മുൻസിഫ് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ശങ്കരൻകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ശങ്കരൻകുട്ടിയെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ശങ്കരൻകുട്ടി മനപ്രയാസത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. 20 വർഷം മുമ്പ് ശങ്കരൻകുട്ടി സുൽത്താൻ ബത്തേരി ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 25,000 രൂപ ലോൺ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിലവിൽ പലിശ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം രൂപ കുടിശ്ശികയുണ്ട്. ഇതിനെ തുടർന്ന് ബാങ്ക് കോടതിയെ സമീപിച്ചു. കോടതി ശങ്കരൻകുട്ടിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. നാട് വിട്ടുപോകുമെന്ന് പിതാവ് പറഞ്ഞിരുന്നതായി മകൻ ബാബു എന്നോട് പറയണേ, ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്, ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് എങ്ങോട്ടും പോവുകയാണ്. അത് പ്രകാരമാണ് അച്ഛനും വിഷമമുണ്ടായത്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതാണ്. ലോൺ എടുത്ത ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ കേസിലായിരുന്നു അത്. അമ്പലവയൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
24 വയനാട്. UGC പ്രസിദ്ധീകരിച്ച ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് കരിക്കുലത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ. കരിക്കുലം കരടുരേഖ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. UGC തയ്യാറാക്കിയ രേഖ പഠിക്കാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ നിരീക്ഷണങ്ങൾ പരിശോധിച്ചാണ് തീരുമാനം. നിലപാട് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും UGC ചെയർപേഴ്സണും കത്തയച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും അയച്ച കത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ഗുരുതരമായി ലംഘിക്കുന്നതാണ് UGCയുടെ കരടുരേഖ. ഇത് പിൻവലിച്ച് പുനരവലോകനം നടത്താൻ UGC തയ്യാറാകണം. മാതൃക രൂപീകരിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുകളോടും സർവകലാശാലകളോടും കൂടിയാലോചനകൾ നടത്തണമെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് PRDയിലേക്ക് മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് ഡോക്ടർ B അശോക് നൽകിയ ഹർജിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഇന്നും വാദം തുടരും. ഗവർണറെ കക്ഷി ചേർത്ത B അശോകിന്റെ നടപടി സർക്കാർ ചോദ്യം ചെയ്തിരുന്നു. B അശോകിന്റേത് ഭരണഘടനാ വിരുദ്ധ നടപടി എന്നാണ് സർക്കാരിന്റെ വാദം. സർക്കാർ നിലപാടിനെതിരെ B അശോക് തന്റെ ഭാഗം വിശദീകരിക്കും. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ തീരുമാനമുണ്ടായ ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. നോക്കാമിനി ചില പ്രധാന അറിയിപ്പുകൾ. 2025 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് മെഡിക്കൽ ഫിസിയോളജി കോഴ്സിന് അപേക്ഷിച്ചവരുടെ പ്രവേശനത്തിനുള്ള പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് ഹോം പേജിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കാം. പരാതികൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി അറിയിക്കണം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ തീയതി നീട്ടി. ഈ മാസം 29 വരെ അപേക്ഷകൾ നൽകാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് റിസർച്ച് പാർക്കിലേക്ക് ഒഴിവുകൾ. റിസർച്ച് പാർക്കിലേക്ക് പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നതിന് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രോജക്ട് കോർഡിനേറ്റർമാരെയും പ്രോജക്ട് അസിസ്റ്റന്റിനെയും തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളിലേക്ക് ട്രെയിനർമാരെ നിയമിക്കുന്നു. നിയമനത്തിന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DTP ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. SSLCയും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്ലോമ യോഗ്യതയും നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്ന യുവാവ് മരിച്ച കേസിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് പരാതി. പയ്യന്നൂർ പെരളം സ്വദേശി PP അജയൻ മരിച്ച സംഭവത്തിലാണ് കുടുംബം പോലീസിനെതിരെ രംഗത്ത് വന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജൂൺ 24-നാണ് പെരളം സ്വദേശി അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അജയൻ ജൂൺ 27-ന് മരിച്ചു. നീലേശ്വരം ചിറപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ സ്ത്രീയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചിരുന്നു. പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ വിട്ടയച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അജയന് വീണ്ടും മർദ്ദനമേറ്റുവെന്നാണ് ഭാര്യ സീമയുടെ പരാതി. ജനനേന്ദ്രിയം തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നെ മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ചു എന്നാണ്. അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയറുവേദന ഉണ്ടായിന്. നല്ല വയറുവേദന, മൂത്രം പോകാത്തൊരവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടായിന്. അപ്പോൾ മരിച്ചുപോയി. അവരൊരു CPM പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. അവർ വിളിച്ചവരും അവർ അത്തരത്തിലുള്ള ആൾക്കാരെന്നാണ് അറിയാൻ പറ്റിയത്. അവരെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കേസ് എങ്ങും എത്താത്തതെന്നാണ് പറയുന്നത്. പിന്നെ ആടിയിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അവർ സംഭവം കണ്ടവർ അവർക്കൊരു ഭീഷണി ഉണ്ടായിന്, സാക്ഷി പറയാൻ പാടില്ല. അടിവയറ്റിലും ജനനേന്ദ്രിയത്തിലുമേറ്റ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സംഭവം നടന്ന് 3 മാസം കഴിഞ്ഞിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 കാസർഗോഡ്. സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ബിഷപ്പിനെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നതായി പരാതി. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ ബിഷപ്പിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ്.
അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത്. കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി, മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കവണ്ണമിടയായി. ബിഷപ്പ് നോബിൾ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു. 24 കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട്. ഇത്തരം പദ്ധതികളിൽ സജീവമാകുന്നതിനിടയിലാണ് അധിക്ഷേപങ്ങൾ. 24 കോട്ടയം. എറണാകുളം കളമശ്ശേരി കേസരി സ്മാരക സഹൃദയ ഗ്രന്ഥശാലയിൽ ഡോക്ടർ എം ലീലാവതി പുസ്തക കോർണർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം ലീലാവതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൃതികളുടെ പ്രകാശനവും നടന്നു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡോക്ടർ എം ലീലാവതി പൊതുവേദിയിലെത്തുന്നത്. ചടങ്ങിൽ ലീലാവതി ടീച്ചറെ മന്ത്രി പി രാജീവ് ആദരിച്ചു. എറണാകുളത്ത് പ്രമേഹ ബാധയെ തുടർന്ന് അവശനിലയിലായ മധ്യവയസ്കന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി മനോജിന്റെ കുടുംബമാണ് കാരുണ്യത്തിനായി കൈനീട്ടുന്നത്. ചികിത്സാ ചെലവിനും വീടിന്റെ ജപ്തി ഭീഷണി ഒഴിവാക്കാനും പണമില്ലാതെ നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബം. കഴിഞ്ഞ 20 വർഷമായി ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു മനോജ്. പ്രമേഹത്തിന്റെ അളവ് കൂടിയതോടെ കാൽവിരലുകൾ മുറിച്ചുമാറ്റി. അതിനു പിന്നാലെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവും പക്ഷാഘാതവും വന്നതോടെ മനോജ് കിടപ്പിലായി. 2023 ചികിത്സയുടെ ഭാഗമായി 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ ഏക ആശ്രയം മനോജ് ആയതിനാൽ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. കുടുംബത്തിന്റെ ദൈനംദിന ചിലവുകൾ പോലും നാട്ടുകാരുടെ സഹായത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഫിക്സ് വന്നിട്ട് ആൾക്ക് നടക്കാൻ പോലും വയ്യ. അപ്പം അതിൻ്റെ കൂടെ ബാങ്കിലെ ജപ്തിയും വേറൊരു വഴിയില്ല നമുക്ക്. ഈ ചെലവിന് പോലും ഇല്ലാത്ത ഞാൻ എവിടെ നിന്ന് ഇത് അടയ്ക്കാൻ ഒരു വഴിയുമില്ല. പിന്നെ ഓരോ ആളുകൾ സ്പോൺസർ ചെയ്താണ് മോളെ പഠിപ്പിക്കുന്നത്. മോളിപ്പോൾ +1 ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും അപസ്മാരമുണ്ടാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്തതോടെ കുടുംബം വീണ്ടും പ്രതിസന്ധിയിലായി. വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്ക് നൽകിയ കാലാവധിയിൽ ഇനി 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനിടയ്ക്ക് അതും ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണത്. തിരിച്ചടയ്ക്കാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല. +1 പഠിക്കുന്ന മകളും ഭാര്യയും മനോജുമടങ്ങുന്ന കുടുംബത്തിന് ജീവിതം മുന്നോട്ട് നീക്കാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 24 കൊച്ചി. ഇനി വാർത്താലോകം. ഇന്ന് സൗദി ദേശീയ ദിനമാണ്. 95ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. പ്രവാസികളും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേശീയ ദിന ആഘോഷ നിറവിലാണ് സൗദി അറേബ്യ. 95ാം ദേശീയ ദിനമാണ് സൗദി അറേബ്യ ഇന്ന് ആഘോഷിക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. സൈനിക പരേഡും വെടിക്കെട്ടും കലാപരിപാടികളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും വിമാന കമ്പനികളും ടെലികോം കമ്പനികളും എല്ലാം വലിയ തോതിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കുമെല്ലാം ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാസികളും ദേശീയ ദിന ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പഠന വിനോദയാത്രകൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് പ്രവാസി കൂട്ടായ്മകൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത്. 1932 സെപ്റ്റംബർ 23-നാണ് 3ാം ഘട്ട സൗദിയുടെ ഏകീകരണം നടക്കുന്നത്. അബ്ദുൽ അസീസ് രാജാവിന് കീഴിലായിരുന്നു ഈ ആധുനിക സൗദി അറേബ്യ നിലവിൽ വന്നത്. റിയാദ് ആസ്ഥാനമായതും അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായതും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ഭരണഘടനയായതും എല്ലാം ആ സമയത്താണ്. അബ്ദുൽ അസീസ് രാജാവിന് ശേഷം കിങ് സൗദ്
കിങ് ഫൈസൽ, കിങ് ഖാലിദ്, കിങ് ഫഹദ്, കിങ് അബ്ദുള്ള എന്നിവരിലൂടെ ഭരണം ഇപ്പോൾ സൽമാൻ രാജാവിൽ എത്തി നിൽക്കുകയാണ്. സൽമാൻ രാജാവിനും അതോടൊപ്പം തന്നെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കീഴിൽ വലിയ തോതിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും കായിക മേഖലയിലും സാമ്പത്തിക രംഗത്തുമെല്ലാം വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൗദി ഒരു പരിവർത്തന യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ദേശീയ ദിനത്തിൻ്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും. ജില്ലയിൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ന് സംസാരിക്കും. തന്റെ 8 മാസത്തെ ഭരണത്തിലുണ്ടായ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ട്രംപ് വേദി ഉപയോഗിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ജൂത പുതുവത്സര ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ ജനതയ്ക്കും ആഗോള ജൂത സമൂഹത്തിനും ആശംസകൾ നേർന്നു. എല്ലാവർക്കും സമാധാനവും പ്രതീക്ഷയും ആരോഗ്യവും നിറഞ്ഞ വർഷം ആശംസിച്ച് പ്രധാനമന്ത്രി. എറിട്രിയയിലെ ഇന്ത്യൻ അംബാസിഡറായ രാജ് കമലിനെ നിയമിച്ചു കേന്ദ്ര സർക്കാർ. നിലവിൽ മിലാനിലെ കോൺസുലേറ്റ് ജനറലായ രാജ് കമൽ ഉടൻ ചുമതല ഏറ്റെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് മഹാമാരിക്കാലത്ത് ചൈനയിലെ വുഹാനിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകനെ വിട്ടയക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. ചൈനീസ് പത്രപ്രവർത്തകനായ ഷാങ് ഷാനാണ് വർഷങ്ങളായി തടവിൽ കഴിയുന്നത്. ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയായ ചെറുപ്പക്കാരനോട് ക്ഷമിക്കുന്നുവെന്ന് ചാർലി കിർക്കിന്റെ ഭാര്യ എറീക്ക. അരിസോണയിലെ ഗ്ലെൻഡേനിൽ നടന്ന അനുസ്മരണ ചടങ്ങിലാണ് ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് എറീക്ക സംസാരിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ബൈയിങ് സ്ഥാപനമായ വൈറ്റ് ഗോൾഡിന്റെ കേരളത്തിലെ 14ാമത് ശാഖ കോട്ടയം ശാസ്ത്രി റോഡിൽ ആരംഭിച്ചു. വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസഡറും ടെലിവിഷൻ അവതാരകയുമായ ലക്ഷ്മി നക്ഷത്രയാണ് ഉദ്ഘാടനം ചെയ്തത്. മാനേജിംഗ് ഡയറക്ടർ ബാബു CJ, കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, വൈറ്റ് ഗോൾഡ് കേരള ബിസിനസ് ഹെഡ് റോബിൻ കടവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലാകെ 80 ശാഖകളാണ് വൈറ്റ് ഗോൾഡിന് ഉള്ളത്. ഡിസംബർ മാസത്തിനുള്ളിൽ ശാഖകളുടെ എണ്ണം 100-ലെത്തിക്കാനാണ് ലക്ഷ്യം. വൈറ്റ് ഗോൾഡ് കർണാടകയിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഞങ്ങളിപ്പോൾ 80 ബ്രാഞ്ചുണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്രയിൽ 80 ബ്രാഞ്ചുണ്ട്. കേരളം കൂടിയിട്ട് 80 ഈ ഡിസംബർ ആകുമ്പോഴേക്കും 100 ബ്രാഞ്ച് സെഞ്ചുറി അടിക്കുന്ന സെഞ്ചുറിയാണ്. അനദർ 20 ബ്രാഞ്ചസ് ആർ കമ്മിങ്. അതേപോലെ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസറാണ്. ഇതേപോലെ നമ്മുടെ സരിഗമപ്പ അതിൽ നിന്നും സ്പോൺസറാണ്. ഇനി അടുത്ത് വരാവുന്ന TV ഷോ അല്ലെങ്കിൽ TV ന്യൂസിലെല്ലാം നിങ്ങൾ വൈറ്റ് ഗോൾഡ് കാണുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി ഫ്രം ഒക്ടോബർ വിൽ സ്റ്റാർട്ട് റിലീസിങ് ആഡ്സ് ഇൻ ഓൾ ദ ടെലിവിഷൻസ്. കേരളത്തിൽ വൈറ്റ് ഗോൾഡിൻ്റെ 14ാമത്തെ സ്റ്റോറാണ് ഇന്നിവിടെ അക്ഷര നഗരിയായ കോട്ടയത്ത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ ഞങ്ങളുടെ 35 സ്റ്റോറുകൾ അടുത്ത ഡിസംബറിനുള്ളിൽ 35 സ്റ്റോറുകൾ ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ 14ാമത്തെയാണ് ഇന്നിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മറ്റന്നാൾ 3 സ്റ്റോർ ഒരുമിച്ച് തിരുവനന്തപുരത്ത്, കേശവാസുപുരം, നെയ്യാറ്റിൻകര, MG റോഡ് ഞങ്ങൾ മറ്റന്നാൾ ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി, കടപ്പാക്കട, കായംകുളം, അതേപോലെ തന്നെ വർക്കല, അടൂർ, തിരുവല്ല, പാലക്കാട്, ഒറ്റപ്പാലം, അങ്ങനെ കേരളത്തിൽ ഉടനീളം, ആലപ്പുഴ, എല്ലായിടത്തും ഉടനീളം കേരളത്തിൽ സ്റ്റോറുകൾ വരാൻ പോവുകയാണ്. ആസ് എ ബ്രാൻഡ് അംബാസഡർ ശരിക്കും ഇരട്ടി സന്തോഷമാണ് കേട്ടോ. കാരണം വൈറ്റ് ഗോൾഡ് കർണാടകയിലുള്ള പോലെ അതേ രീതിയിൽ അതിശക്തമായിട്ടാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള ആ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി, പ്രാർത്ഥനയോടുകൂടി വൈറ്റ് ഗോൾഡ് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഏറ്റവും അധികം ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്വർണം പണമാക്കി മാറ്റാനുള്ള ഏറ്റവും മികച്ച ഇടം അല്ലെങ്കിൽ വിശ്വസ്തതയേറിയ ഇടം എന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായ ഡോക്ടേഴ്സ് ഇന്ന് DME ഓഫീസിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും മാർച്ചും ധാരണയും സംഘടിപ്പിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അധ്യാപക തസ്തികകളുടെയും കാര്യത്തിലുള്ള ഗുരുതരമായ അപര്യാപ്തതകളും പരിഹരിക്കപ്പെടാത്ത ശമ്പള പരിഷ്കരണത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. റിനു, പരിഹാരമില്ലെങ്കിൽ OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധം എന്നടക്കം നേരത്തെ തന്നെ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇന്നലെ ഒരു സൂചന എന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധവും കണ്ടു. എന്താണ് വിവരങ്ങൾ, റിനു ശ്രീധർ?
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരായ ഡോക്ടേഴ്സ് ഇന്ന് DME ഓഫീസിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അധ്യാപക തസ്തികകളുടെയും കാര്യത്തിലുള്ള ഗുരുതരമായ അപര്യാപ്തതകളും പരിഹരിക്കപ്പെടാത്ത ശമ്പള പരിഷ്കരണത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന പ്രതിഷേധം. റിനു ശ്രീധർ അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. KGM-CTയെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ശമ്പളത്തിലെ പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമുണ്ടാകണം, അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നാണ് KGM-CTയെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ കുടിശ്ശികയിൽ വിതരണക്കാരുടെ നിലപാട് നിർണായകം. ഒക്ടോബർ 5 മുൻപ് 2025 മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് കരാർ കമ്പനിയുടെ ആവശ്യം. ഈ മാസം 1 മുതൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. കുടിശ്ശിക തീർത്തില്ല എങ്കിൽ വിതരണം നിർത്തിവെക്കുന്നതിനൊപ്പം നിലവിലെ സ്റ്റോക്ക് കൂടി തിരിച്ചെടുക്കും എന്നാണ് കമ്പനിയുടെ മുന്നറിയിപ്പ്. ഇതോടെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള പ്രധാന ശസ്ത്രക്രിയകളുടെ കാര്യം പ്രതിസന്ധിയിലാകും. ഉപകരണ വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി അനുവദിച്ചെങ്കിലും തുക വിതരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. 158 കോടിയാണ് കുടിശ്ശിക. സംസ്ഥാനത്ത് സമ്മാനത്തുകകൾ കാണിച്ച് പണം തട്ടാൻ ശ്രമം. കാസർഗോഡ് മൂലക്കണ്ടത്തും വിഷ്ണുമംഗലത്തും ഡൽഹി ആസ്ഥാനമായുള്ള ആയുർവേദ മരുന്ന് കമ്പനിയുടെ പേരിൽ സമ്മാനം വാഗ്ദാനം ചെയ്ത് കത്തുകൾ ലഭിച്ചു. കമ്പനിയുടെ 20ാമത് വാർഷികത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൊബൈൽ നമ്പറുകൾക്ക് സമ്മാനം ലഭിച്ചു എന്ന് അറിയിച്ചാണ് ഈ തട്ടിപ്പ് സംഘം ഫോൺ കോളുമായി എത്തുന്നത്. പുല്ലൂർ മൂലക്കണ്ടത്തെ ഓട്ടോ ഡ്രൈവർ വിനുവിനാണ് ഏറ്റവും ഒടുവിൽ സമ്മാനക്കത്ത് ലഭിച്ചത്. സമ്മാനക്കത്ത് വരുന്നതിന് മുന്നോടിയായി വിനുവിന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായ് ഹെർബ്രാൻഡ് ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പേരിൽ ഫോൺ വിളി എത്തിയിരുന്നു. കമ്പനിയുടെ ഓഫീസിൽ നിന്നെന്ന് പരിചയപ്പെടുത്തുകയും 20ാമത് വാർഷികത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫോൺ നമ്പറുകൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതിനായി വിലാസം അയച്ചു തരണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് സ്ക്രാച്ച് കാർഡ് അടക്കമുള്ള സമ്മാനക്കത്ത് തപാലിൽ ലഭിച്ചത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ മൊബൈൽ നമ്പറും നറുക്കെടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് 2ാം സമ്മാനം അടിച്ചു പറഞ്ഞു. 2,85,500 4 ഗ്രാമിൻ്റെ ഒരു മോതിരം. ആ സ്ക്രാച്ച് കാർഡ് നോക്കുമ്പോൾ അതിൽ കാറും അടിച്ചു. വാട്സപ്പിൽ അയച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ലൈസൻസിൻ്റെ കോപ്പിയോ, കാർ വേണമെങ്കിൽ ലൈസൻസിൻ്റെ കോപ്പി, ക്യാഷ് വേണമെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി അയച്ചായിരുന്നു പറഞ്ഞു. ഇപ്പോൾ കുറേ ആൾക്ക് ഇത് വന്നിട്ടുണ്ട്, ഒരു തട്ടിപ്പ് തോന്നി. അങ്ങനെ ഞാൻ പേപ്പറിലെല്ലാം കൊടുത്തു. അത് എല്ലാവരും അറിയട്ട് പറഞ്ഞ് ഞാൻ ചെയ്തത് വേറൊന്നുമല്ല. സ്ക്രാച്ച് ചെയ്തപ്പോൾ കാർ സമ്മാനമായി ലഭിച്ചതായി കണ്ടു. കത്തിൽ പറയുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ സമ്മാനമായ പുതിയ കാർ ലഭിക്കാൻ ലൈസൻസിന്റെ കോപ്പിയും പണം ലഭിക്കാൻ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പിയും ആവശ്യപ്പെട്ടു. സംശയം പ്രകടിപ്പിച്ചപ്പോൾ പിന്നീട് ആരും ഫോൺ എടുക്കുന്നില്ലെന്നും വിനു പറയുന്നു. വിഷ്ണുമംഗലത്തെ ഡ്രൈവർ ഗിരീഷിനും കാട്ടുകുളങ്ങരയിലെ ഓട്ടോ ഡ്രൈവർ പ്രണവിനും സമാനമായ രീതിയിലുള്ള കത്ത് ലഭിച്ചിരുന്നു. സമ്മാനമായി ലഭിച്ച കാറിന്റെ രേഖകൾ ശരിയാക്കാൻ 10,000 രൂപയാണ് തട്ടിപ്പ് സംഘം ഇരുവരോടും ആവശ്യപ്പെട്ടത്. 24 കാസർഗോഡ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് തിരുവനന്തപുരത്തെ BJP കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വിവരം പുറത്തുവരുന്നതോടെ BJP പ്രവർത്തകർക്കിടയിൽ തർക്കം രൂക്ഷമായി നിൽക്കുകയാണ്. BJP നേതൃത്വത്തിനെതിരെ കൗൺസിലറുടെ ഭർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവരുന്നു എന്നുള്ളതാണ് ഒരു വിവരം. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുമുണ്ട് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നീട്ടണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 12 മണിക്കുച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന ചർച്ച. മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.